നമ്മൾ 1.25 വീതം എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 10 ഹെഡ്, അതായത് 10 ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനെ 10 ആക്കി ഭാഗിച്ചിട്ട് അതിൽ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ 1.25 ഇഞ്ച് വീതം എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി? അത് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ, ഒരാളുടെ രൂപം നമ്മൾ 10 ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. 10 ഭാഗിക്കുമ്പോൾ അതിലൊരു ഭാഗം 0 തൊട്ട് 1 വരെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. അങ്ങനെയാണ് നമ്മളിതിൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു 1.25 ഇഞ്ച് വീതം നമ്മളെല്ലാം മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ്, 1 തൊട്ട് 2 വരെ ഉള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു ഇത്രയും 1.25 ഇനി അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യണം. 1.25ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് വരാം? അതായത് നമുക്കറിയാം 1 തൊട്ട് 1.25 വരെ കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് നോക്കാം. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമ്മൾ 10 എന്നുള്ള പോയിന്റ് ഇതാണ് വലിയ ലൈൻ. അപ്പോൾ ഇവിടെ വെച്ചു. ഇവിടം തൊട്ട് ഇവിടം വരെ 1.25 ഇഞ്ചാണ് വരുന്നത് അല്ലേ? ഇവിടം തൊട്ട് 1 ഇഞ്ച്, ഇവിടേക്ക് വരുമ്പോൾ 1.25. അപ്പോൾ 1.25ൻ്റെ പകുതി ഇങ്ങനെ വരാം. 1 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വലിയ പോയിൻ്റാണ് 1/4 ഇഞ്ചിൻ്റെ പകുതി വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3/4 ഇഞ്ച് വരും. 3/4 ഇഞ്ച് വരില്ല, എന്താ പറയുക, 3/4 ഇഞ്ച് തികച്ച് വരില്ല. 3/4 ഇഞ്ചിനേക്കാൾ ഒരു പൊടിക്ക് കുറവായിട്ട് വരാം. അപ്പോൾ എന്താണ് നമുക്ക്, അതായത് അതായത് നമുക്ക് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഡിസ്റ്റൻസ് മനസ്സിലാവും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ 1/2 ഇഞ്ച്, 1/2 ഇഞ്ചിനേക്കാളും 1/2 ഇഞ്ചിൻ്റെയും ഈ 3/4 ഇഞ്ചിൻ്റെ ഇടയിലുള്ള വലിയ ലൈനില്ല, ആ ലൈൻ വരുമ്പോൾ നമുക്ക് 1.25ൻ്റെ പകുതി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളതിവിടെ മാർക്ക് ചെയ്തു. ആ ലൈനാണ് നമ്മുടെ ഷോൾഡർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡർ ലൈൻ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തേക്കണേ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ വരുന്നതാണ് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് താഴത്തേക്ക് 2ൽ നിന്ന് താഴേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് കണ്ട, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 1/4 ഇഞ്ച്, അല്ലെങ്കിൽ 10ൽ ഞാൻ 2 പോലുള്ള പോയിന്റിൽ 10 വെച്ചു. ഇവിടേക്ക് വന്നപ്പോൾ 1/4 ഇഞ്ച്, ഇത് 1/2 ഇഞ്ച്, ഇത് 1 ഇഞ്ച്, ഇത് 1.25 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച്, 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതവിടെ വെച്ചു. ഇനി അത് കഴിഞ്ഞ് എന്താണ്, അപ്പോൾ അതാണ് നമ്മുടെ ബെസ്റ്റ് ലൈൻ എന്നുള്ളൊരു പോർഷൻ വരുന്നത്. ഇതാണ് ബെസ്റ്റ് ലൈൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ബെസ്റ്റ് ലൈൻ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിൻ്റാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ വയറിൻ്റെ ഒരു പോർഷനാണ് വേസ്റ്റ്. ആ ഒരു വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ 3ൽ നിന്ന് നമ്മൾ താഴത്തേക്ക്, അതായത് അതിലും എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 3ൽ നിന്ന്, അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ബെസ്റ്റ് പോയിന്റ്, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് 1/4 ഇഞ്ച് എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് ബെസ്റ്റ് ലൈൻ വന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. വേസ്റ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എന്താ പറയുക, ഇതിന് രണ്ടിൻ്റെയും പകുതി, അതായത് 1.25ൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതാണ് വേസ്റ്റ് കർവ്. ഓക്കെ, അതിൻ്റെ ഈ 3ൻ്റെയും ഇതിൻ്റെയും പകുതിയാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 3 തൊട്ട് 4 വരെ 1.25 പറഞ്ഞു. 1.25ൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതാണ് വേസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഇനി വേസ്റ്റിൻ്റെയും വേസ്റ്റ് കർവിൻ്റെയും സെൻറ്ററാണ് വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 5 മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്തു, 6 കഴിഞ്ഞ് 7 മാർക്ക് ചെയ്തു. 6ൻ്റെയും 7ൻ്റെയും പകുതിയാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ താഴത്തേക്കുള്ള എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോയിൻറ്റ്സ് വേണം മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ താഴത്തേക്കുള്ള ലൈൻസിൻ്റെ പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഹെഡിന് അങ്ങോട്ടുള്ള വീതി, ഇനി നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡിയുടെ മെഷർമെൻറ്റ്സിൽ നമ്മൾ 0ൽ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നമ്മൾ അറേഞ്ച്, അപ്പോൾ ഒരു സൈഡിലേക്ക് അറേഞ്ച് കൊടുക്കണം. അപ്പോൾ ഇതേ സൈഡിൽ നിന്ന് ഇവിടേക്ക് അറേഞ്ച്. നമ്മുടെ ബോഡിയുടെ പകുതി ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സെൻറ്റർ ലൈൻ, നമ്മുടെ ബോഡിയുടെ സെൻറ്റർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറയുന്നത് നമുക്ക് 1/2 ഇഞ്ചാണ്. എത്ര? 1/2 ഇഞ്ച്. 1/2 ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 1/2 ഇഞ്ച് സ്കെയിലെടുക്കണം, അത് വരയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1/2 ഇഞ്ച് എടുക്കണം, എന്നിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹെഡ് നമുക്ക് 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. 1/2 ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ച്, ടോട്ടൽ 1 ഇഞ്ചിൽ നമുക്ക് ഹെഡ് കിട്ടും. ഹെഡിൻ്റെ ആ ഒരു ബ്ലോക്ക് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വരാനുള്ളത് നെക്കാണ്. നെക്കിന് നമുക്കറിയാം, നെക്ക് ഈ 2 സൈഡിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് നേരെ വരണം അല്ലേ? അപ്പോൾ നെക്ക് നമുക്കറിയാം വീതി കുറവാണ്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ച്,
ഓക്കെ, 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടേക്കും 1/4 ഇഞ്ച് അതുപോലെ മാർക്ക് ചെയ്യുക, ഇവിടെയും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ അതും നമുക്ക് അവിടെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ ലൈനാണ്. ഷോൾഡർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാന്ന് പറഞ്ഞു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, ഒരു സൈഡിലേക്ക് 1 ഇഞ്ച്, അതുപോലെ ഈ സൈഡിലും 1 ഇഞ്ച്, അങ്ങനെ 2 സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഇവിടെ ഷോൾഡർ പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ എന്താണ്, നമുക്ക് സ്കെയിലാണ് 1 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ 1/2 ഇഞ്ച് നമുക്കിതാ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് 1/2 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് ഇവിടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഇത് സെൻറ്റർ ലൈൻ വെച്ചു, ഇവിടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടുന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അതാ ഒരു ബോക്സ് കിട്ടി. ആ ബോക്സ് ഞാൻ വരയ്ക്കാണ്. ഇനി അതുപോലെ തന്നെ 1/4 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞത്. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ ഞങ്ങൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് 1 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, ഇതിന്ന് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ നമ്മുടെ ഷോൾഡറാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ ഇവിടം വരെ ഷോൾഡർ.